ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അല്ല, നീ ഇതെങ്ങോട്ട് പോന്നു? അല്ല, ഞാൻ ജോലിക്ക് പോണവരെങ്കിൽ പറഞ്ഞിരുന്നില്ലേ, ആ സുബൈർക്കയുടെ ലോറിയിലാ എനിക്ക് പണി. അല്ല, ലോറിയിൽ എന്തു പണി? അല്ല, ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ലോറിയിലെ ഡ്രൈവറാ. ആ ബന്ധം കൊണ്ടാ സുബൈർക്ക് നമുക്ക് വേണ്ടിട്ട് ഈ ഉപകാരങ്ങളൊക്കെ ചെയ്തിരുന്നേ. നല്ല മനുഷ്യനാ സുബൈർ. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിച്ച് സഹായിക്കുന്ന ആളാ. എടാ, ലോറി എങ്കിൽ ലോറി പറയാ ഒരു പണിയാവുമല്ലോ. അല്ലെങ്കിലും ഇനി കഴിയാൻ പറമ്പിന്ന് ആദായമൊന്നും ഇല്ലല്ലോ. പണിയെടുത്ത് തന്നെ കഴിയണം. അതിന് ഈ ജോലിയൊക്കെയാണോ തെരഞ്ഞെടുക്കേണ്ടത്? കണ്ടവന്മാരെ പോലെ സത്യഭാമയുടെ മകൻ ലോറിയിലൊക്കെ തിന്നുന്നത് തരുന്നു എന്നാൽ അഭിമാനം ഇട്ടില്ല. ഭാമയെ എല്ലാ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ഇന്നവർക്ക് ഇന്നത് മാത്രമേ ആവാവുന്നൊന്നുമില്ല. അന്തസ്സുള്ള ഏത് ജോലി എടുക്കാം. അവൻ പോകുന്നതേ പിടിച്ചു പറിക്കാനും ഗുണ്ടാ പണിക്കൊന്നും അല്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോഴേ ഇതത്ര മോശപ്പെട്ട ജോലിയൊന്നുമല്ല. അമ്മയുടെ മകൻ ഇതുവരെ ഒരു ജോലിക്കായിട്ടേ നമ്മൾ സഹായിച്ച പലരെയും പോയിട്ട് കണ്ടു, മനസ്സിലായോ? എവിടെ പോയാലും എന്നെ പോലെ ഒരാൾ സഹായിക്കാൻ അവർ തയ്യാറല്ല. അവിടെയാണ് ഞാൻ ഈ സുബൈർക്കയുടെ വില മനസ്സിലാക്കിയത്. ജോലി വരെ മാത്രമല്ല ചെയ്തേ, നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു വലിയ കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അമ്മേ, എനിക്കിത് വലിയ കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. എടാ, നീ പറഞ്ഞ ശരിയാടാ. നിന്റെ തീരുമാനവും നല്ലത് തന്നെ. ദേ, ഭാമ പറയുന്നത് നീ കാര്യമാക്കണ്ട. എടാ, നിന്റെ പഠിപ്പ് വെച്ച് മറ്റൊരു ജോലി നോക്കി പോകുന്നതിനേക്കാൾ നല്ലതേ ഇത് തന്നെയാടാ. രാഘവേട്ട, എന്നാലും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കെ ഇനി ആ വാക്ക് നീ മിണ്ടരുത്. നിന്റെ നിലയും വിലയും അതെ, അതൊക്കെ നമ്മുടെ പഴയ വീടിന് മുമ്പിൽ കുഴിച്ചിട്ടു. എന്നിട്ടാ രാഘവൻ ആ പടി ഇറങ്ങിയത്. നീയും അങ്ങനെ തന്നെ വേണം. കുഴിച്ചു മൂടണം നിന്റെ അഹന്തയും ആഭിജാത്യവും ഒക്കെ. ഇതൊന്നും കലത്തിലിട്ട് വേവിച്ചാലേ ചോറൊന്നും ആവത്തില്ല ഭാമേ. ചോറാവണമെങ്കിലേ അധ്വാനിക്കുക തന്നെ വേണം. നീ നിന്റെ ജോലിക്ക് പോട്ടോടാ. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നതേ നീ കൊണ്ടിരുന്ന കാശുകൊണ്ടാ. അഭിമാനത്തോടെ നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. സൗകര്യമുള്ള ആൾക്കാർക്ക് അത് കഴിച്ചാൽ മതി. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. എന്നാലും രാഘവേട്ട, അവൻ ഇത്രയൊക്കെ അധപതിച്ചിട്ടും ഒരു തരം പോലും കുറഞ്ഞില്ലല്ലോ നിന്റെ തൻപ്രമാണത്വം. ഇനി നീ സ്വഭാവം വെച്ചോണ്ടാ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിലേ ഇനി ഓടാൻ നാട്ടിൽ ഇതുപോലെ വീടുണ്ടായിരുന്നു വരത്തില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇത് കിട്ടിയ എന്നെ ഭാഗ്യം. എവിടെയെങ്കിലും നന്നായാ മതിയായിരുന്നു.